这可是相当消耗支援。സോ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വാങ് കണ്ണ് തുറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം വാങ് ബോധം കെട്ട് കിടക്കിയിരുന്നല്ലോ. അവിടുന്ന് ഓനെ എടുത്തു കൊടുത്തിട്ട് ഓൻ്റെ വീട്ടിൽ തന്നെ ഒരു VIP ട്രീറ്റ്മെൻറ്റ് സുന്നു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഓൻ്റെ അമ്മ ഫുഡ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. എന്നിട്ട് പറയും, ഇപ്പോൾ കുറേ ടൈം വയ്ക്കണ് ജി വെയ്യാത്ത മാരിക്ക് അഭിനയിച്ച് കിടക്കൽ തുടങ്ങിയിട്ട് 10 ദിവസമായിക്കണ്, ഇനി എൻ്റെ നാടകം നിർത്താനുള്ള ടൈം വയ്ക്കണം മനേന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഓനൊന്നും ഉണ്ടാതെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും സുന്നും അതുപോലെ തന്നെ ഗുവ ചെന്ന് അവരൊക്കെ വരും. അപ്പം അച്ഛനോട് വന്ന കാര്യം വിളിച്ച് പറയും. അത് കേൾക്കുമ്പോൾ ആകെ നീട്ടിയിട്ട് പെട്ടെന്ന് ഓൻ അവിടെ തന്നെ കിടക്കും. അങ്ങനെ ഇവർ വന്നപ്പോൾ വാങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ ഇവരെ നോക്കിയിട്ട് കളിയാക്കും അവൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കും. അങ്ങനെ അമ്മ വലിയ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുമ്പോൾ നമ്മുടെ സുന്നി വിചാരിക്കും, ഇതാണ് കറക്റ്റ് ടൈം അമ്മനെ സോപ്പിടാനുള്ളത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഓള് റിച്ച് ആയതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഗിഫ്റ്റ് മാരിക്ക് കൊടുന്നു കൊടുക്കും. ഇതമ്മക്കുള്ള എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓളൊരു സിറിഞ്ച് കാണിച്ചിട്ട് പറയും, ഇത് കുത്തിവെച്ചാൽ വാങ്ങിൻ്റെ രോഗമൊക്കെ പമ്പ് കിടക്കും പറഞ്ഞിട്ട് ഒരു സിറിഞ്ചും കൊണ്ടുപോകും. അപ്പം തന്നെ വാങ്ങി കണ്ടപ്പോൾ തന്നെ ഞെട്ടി. വെറുതെ കാട്ടിക്കൂട്ടിൽ കണ്ടപ്പോൾ തന്നെ ഗുവക്കും ചെന്നിനും മനസ്സിലാവും ഇതൊക്കെ ഓളെ അമ്മനെ സോപ്പിടാനുള്ള ട്രിക്കാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഓൾ ഓൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുറേ സങ്കടത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയും. ഇങ്ങനെ കാരണം ഇങ്ങനെ കിടന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എൻ്റെ അടുത്തൊരു സിറിഞ്ച് ഉണ്ട്, അത് കുത്തി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് രോഗമൊക്കെ മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ ഭയങ്കര സെഡായിട്ട് ഇങ്ങനെ ഓരോ കാര്യം പറയും. പക്ഷെ ഓനക്കത് കേൾക്കുമ്പോൾ വലിയ പേടിപ്പിച്ച് പറയണമായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് കുത്തി വെക്കണം എന്ന് തന്നെ ഇല്ല. അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ചെന്നി ഒരു ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുത്തിട്ട്, ഇത് എനിക്ക് സാറ് തന്നാണ്, ഇത് യൂസ് ചെയ്തിട്ട് ഓരോ സ്പിരിച്വൽ പവർ കാണിച്ചു കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ഓരോ സ്കൂളായിട്ട് റാങ്കിങ് വരും എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്കൂളുകൾ തമ്മിലുള്ള മത്സരം പോലെയാണ്. ഏത് സ്കൂളിലാണോ ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ പവറുള്ള സ്കൂളുള്ളത് ആ സ്കൂളായിരിക്കും ബെസ്റ്റ്. അപ്പോൾ സുന്നി ചൂടായിട്ട് പറയും, ഈ നേരത്താണുള്ളതൊക്കെ പറയുന്നത്, അതിനൊന്നുള്ള ആരോഗ്യമില്ല, സോ ഇവനക്ക് എന്തായാലും സ്പിരിച്വൽ പവർ കാണിക്കൂല എന്ന് പറയും. അങ്ങനെ ഓളാണെങ്കിൽ ഞാൻ ഇതിൻ്റെ രോഗം മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് ഓളാ ഇത് കുത്തിക്കാൻ നിൽക്കുമ്പോഴത്തേനും പേടിച്ചിട്ട് ആ സാധനം വാങ്ങിച്ചു, ആ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ട് പറയും, ഇപ്പം എനിക്ക് കുറച്ച് ഭേദമുണ്ട് പറയും. പിന്നെ സിമ്മാറിയിട്ട് കാണിക്കുന്നത് ഇതിൽ 4 ആളും ഓലെ സ്പിരിച്വൽ പവർ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ ചെന്നാണെങ്കിൽ ഒരു പന്ത് മാരിക്കത്ത സാധനം ഉണ്ടാക്കിയിട്ട് ഓൻ്റെ സ്പിരിച്വൽ പവർ നോക്കും. അവനക്ക് 400 സ്പിരിച്വൽ പവർ ഉണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു സ്കൂളത്തെ കുട്ടീനെയാണ് കാണിക്കുന്നത്. അവിടെ കുറേ കുട്ടികൾ മീറ്റിങ്ങിന് മാരിക്ക് ഇരുന്നിട്ട് ആദ്യത്തെ ഒരാൾ സ്പിരിച്വൽ പവർ നോക്കുമ്പോൾ 90-50 ആയിരിക്കും ഓർക്കുണ്ടാവുക. അപ്പോൾ അവിടെ ഉള്ള ഒരുത്തൻ ചിരിച്ചിട്ട് എൻ്റെ പവറിൽ ഇത്ര ഉള്ളായിരുന്നു എന്ന് കറണ്ട് ചിരിക്കും. കാരണം എന്താ വെച്ചാൽ അതിൽ അത്യാവശ്യത്തിന് പൊസിഷനിലുള്ള ആളാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ആ ഗ്യാങ്ങിൻ്റെ ഒരു ബോസ് കണ്ടുള്ള ഒരു ടാങ്ക് എന്ന് പറയും. ഓൻ്റെ സ്പിരിച്വൽ പവർ നോക്കുമ്പോൾ ഒരു ബ്ലൂ ഫ്ലെയിം ആയിരിക്കും വരുന്നുണ്ടാവുക. ഓനക്ക് 4379 ആയിരിക്കും ഓൻ്റെ സ്പിരിച്വൽ പവർ. ഓനായിരിക്കും എല്ലാ സ്കൂളിലും വെച്ചിട്ട് ഫസ്റ്റ് പൊസിഷനിലുള്ള ആൾ. പിന്നെ അടുത്തതായിട്ട് സ്പിരിച്വൽ പവർ നോക്കുന്നത് ഗോ ആയിരിക്കും. ഗോ നോക്കുമ്പോൾ ഓനക്കൊരു കുഞ്ഞി ബോളായിരിക്കും വരിക. അതിൽ ഓനക്കാകെ 176 സ്പിരിച്വൽ പവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കാണുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, ഞാൻ ചാവുകയാണ് പറഞ്ഞിട്ട് ഓൻ്റെ പുറത്തേക്ക് ചാടാൻ നോക്കും. അത് കണ്ടിട്ട് ചെന്ന് തടയാനും. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വലിയ കാര്യം ഉണ്ടോ എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കോസ്റ്റ്യൂമൊക്കെ ആക്കി ചേഞ്ചാക്കി ഗോകുവിൻ്റെയൊക്കെ മരിക്കായിട്ട് ഇത് ലൈറ്റല്ലേ എനിക്കൊക്കെ അത്യാവശ്യത്തിന് പവർ ഉണ്ടാവും. അന്ന് എൻട്രൻസിന് തന്നെ ഞങ്ങൾ അതിൻ്റെ പവർ ഉണ്ടാകും. സോ ഇത് ചെറിയ അതിനെക്കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഓളം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്നാ ഓക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഓള് ചെയ്ത് നോക്കുമ്പോൾ 415 ഓൾക്ക് വരും. ഓളായിരിക്കും സ്കൂളുകളിൽ സെക്കൻഡ് പൊസിഷനിലുള്ളത്. അതാണെങ്കിൽ നമ്മുടെ ടാങ് നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അടുത്തതായിട്ട് എല്ലാവരും പാടി നമ്മുടെ വാങ്ങിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. ചെന്നിനും ഗോക്കും ഓനോടൊരു പുച്ഛായിരുന്നു. അങ്ങനെ ഇവൾ പറയും, സുനി പറയും, വേണമെങ്കിൽ ഞാൻ എനിക്ക് സിറിഞ്ച് കുത്തിത്തരാം, എന്നാൽ എനിക്ക് കുറച്ചുകൂടി ഭേദാവല്ലോ എന്നിട്ട് ചെയ്ത് പറയുമ്പോൾ ഓന് അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഓനായി ഇതാക്കി വെക്കും. അപ്പോൾ ഓൻ വിചാരിക്കും ചെറിയ സ്പിരിച്വൽ ഫോഴ്സ് മതി എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടായിരിക്കും കൊടുക്കുക. പക്ഷേങ്കിൽ ഓൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ല. ഓൻ്റെ ചെറിയൊരു സ്പിരിച്വൽ ഫോഴ്സിൽ അവിടെ ഉള്ളവരൊക്കെ പാറായിരിക്കണം. അപ്പോൾ ഓൻ വിചാരിക്കും ഇതിപ്പോൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, കാരണം സ്കൂളുകളിലൊക്കെ ഇത് കാണുമല്ലോ, അത് വിചാരിച്ചിട്ട് ഓൻ്റെ അത് അറ്റ്മോസ്ഫിയറിന് മുഴുക്കാക്കും. സോ ഓൻ്റെ സ്പിരിച്വൽ എനർജി ബഹിരാകാശത്താക്കിയതുകൊണ്ട് തന്നെ ഓൻ്റെ ബ്രേസ്ലെറ്റിൽ നെല്ലെന്നായിരിക്കും വരിക. പക്ഷേങ്കിൽ ഓനായിരിക്കും ഫസ്റ്റ് പൊസിഷനിൽ 0 പോയിൻ്റ് ഇട്ടിട്ട് ഫസ്റ്റ് പൊസിഷനിലേക്കുന്ന ആൾ ഓനായിരിക്കും. അത് കണ്ടിട്ട് ടാങ്ങും തീമും ആകെ എന്തപ്പോൾ ഇതുണ്ടായി 0 മാർക്ക് കിട്ടി ഓനിങ്ങനെ ഫസ്റ്റിലെത്തുക, അത് വല്ലതായിരിക്കും വിചാരിച്ചിട്ട് ടാങ് ഓൻ്റെ അസിസ്റ്റൻറ്റിനോട് സിസ്റ്റം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ബിക്കോസ് ചിലപ്പോൾ എനിക്ക് ബഗ് ആവാലോ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചെന്നൈക്ക് ഭയങ്കര സീരിയസ്ലി നിന്നിട്ട് എന്താ സത്യം പറയും, ചെൻ്റെ ഒറിജിനൽ പവർ എന്താ ഞങ്ങൾക്ക് കാണിച്ചു തരാത്ത പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ചെക്കൻ കുറച്ചൊന്ന് ബേജാറാവും. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എന്താ കാട്ടാ വിചാരിച്ചിരിക്കുമ്പോഴത്തേന് ചെന്നൈയും ഗോ ഒക്കെ പഠിച്ചിരിക്കും.
പക്ഷെ നമ്മുടെ സുനിന് എന്തോ ഒരു ഡൗട്ട് ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇവന് എന്തോ ഞങ്ങളടുത്ത് മാർക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവലും അവൻ്റെ സ്പിരിച്വൽ ഫോഴ്സ് കണ്ടതാണ്. എന്നിട്ട് ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ വിചാരിച്ചപ്പോഴായിരിക്കും ഓലാണ് പോവും. പക്ഷെ ഇപ്പോൾ ഹാക്കിങ്ങിനെ കുറിച്ചിട്ട് ഗുവ പറയും. കാരണം എന്താ വെച്ചാൽ അവനക്ക് ഭയങ്കര പോയിന്റ് കുറച്ചല്ലോ വന്ന്. അപ്പോൾ അവൻ്റെ പോയിന്റ് കൂട്ടണം എന്ന് പറയുന്നത് നമ്മുടെ വാങ് കേൾക്കും. അങ്ങനെ അന്ന് രാത്രി വാങ്ങും ഗുവയുടെ വീട്ടിൽ പോയിട്ട് എൻ്റെ നമ്പർ ഒന്ന് മാറ്റി തരുമോ, എൻ്റെ മാർക്ക് കൂട്ടി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവൻ്റെ മാർക്ക് കൂട്ടിയിട്ട് വേറെ ഏതെങ്കിലും പൊസിഷനിലേക്കാക്കുക, അല്ലെങ്കിൽ അവൻ്റെ പേരനെ കളയും. അല്ല ഗുവ അറിയാം ആയിക്കോട്ടെ ഞാൻ ചെയ്യാമല്ലോ എന്ന് നടക്കുമ്പോഴായിരിക്കും ഗുവ ആ സിസ്റ്റർ ഹാക്ക് ചെയ്യുന്നതിൽ ടാങ്ങിനെയും കാണാം. അപ്പോൾ ഗുവക്ക് മനസ്സിലാവും ആരാണ് ടാങ്ങെന്ന്. കാരണം എന്താ വെച്ചാൽ ഒരു ചെറുപ്പത്തിൽ ഒപ്പമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ടാങ് ഗുവനെയും കാണും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓൻ അവിടെ നിന്ന് കോടാലിയിട്ട് ഇങ്ങനെ വെട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഗുവ ആലോചിച്ച് നോക്കും ആരാണ് ടാങ്ങെന്ന്. ടാങ് എങ്ങനെ വെച്ചാൽ പെണ്ണുങ്ങളോടല്ലാതെ വേറെ ബാക്കിയുള്ള എല്ലാവരോടും ഭയങ്കര അറഗൻ്റായിട്ട് എടുക്കും പെരുമാറുക. പെണ്ണുങ്ങളോട് ഭയങ്കര ഇതായിട്ടും. മോൻ ആ ഒരു ഇതിൽ ഗുവയുടെ പേര് മാറ്റും. ഗുവയുടെ അല്ല ടാങ്ങിൻ്റെ പേര് ഒരു കോമഡി പേരാക്കിയിട്ടിടും. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും സിസ്റ്റം അവനെ കണ്ടുപിടിക്കും. എന്നിട്ട് ഒരു വാണിംഗ് ഒക്കെ വരുമ്പോൾ ഇവർ രണ്ടാളും പെട്ടെന്ന് സിസ്റ്റത്തിൽ നിന്ന് ഇറങ്ങും. പക്ഷേങ്കിൽ ഇവനക്ക് ബാങ്കിന് കുറച്ച് സങ്കടമാകും. കാരണം എന്താ വെച്ചാൽ ഗുവക്ക് അവൻ്റെ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ടാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ചെക്കന്മാർ അതിൻ്റെ പേരുണ്ടാവും. എന്നിട്ട് പറയും എൻ്റെ പേരൊക്കെ അടിപൊളിയാക്കിയിരിക്കണല്ലോ, ഏതാ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് മുന്നിൽ ചെന്നത് അവിടെ ഒരു ഇവൻറ്റ് നടക്കാൻ പോകാമല്ലോ, ഒരു മത്സരം നടക്കാമല്ലോ, അന്ന് കാണാൻ നിങ്ങളൊക്കെ ഇത് റൗഡീസൊക്കെ അങ്ങോട്ട് ആയി വന്നിട്ട് കാണിക്കുക, നിങ്ങളുടെ പവർ കാണിക്കുക, അല്ലാതെ തൊള്ളോണ്ട് പറയാൻ എല്ലാവർക്കും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയും. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. പക്ഷേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സുബിയ, താങ്ക് യു.